സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ആഴമായി ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ നമുക്ക് ആരാധിപ്പാനും കർത്തൃഭൃത്യന്മാർ നമ്മെ ആരാധനയിലേക്കൊക്കെ നയിക്കൊക്കെ ഉണ്ടായല്ലോ. ഇന്ന് പകൽ ദൈവം തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം പിന്നെ 16-17 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി വായിക്കാമോ? ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. മതി, നമുക്കെല്ലാവർക്കും സുപരിചിതമായി അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നിന്ന് ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അവൻ്റെ പേരിൽ തന്നെ വിഷയമാണ്. യാക്കോബ് എന്ന പേരിനർത്ഥം ഉപായി എന്നാണ്. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജനിച്ചപ്പോൾ മുതൽ അവൻ്റെ വീട്ടിനകത്ത് അവൻ്റെ അമ്മയുടെ വാത്സല്യത്തിൽ വളർന്നു വരുന്നൊരു കുഞ്ഞ്. വളർന്നു വലുതായിട്ടും അവൻ്റെ അപ്പനായി ഇസ്ഹാക്ക് തലമുറകളെ അനുഗ്രഹിക്കാൻ പദ്ധതിയിടുമ്പോൾ സ്വന്തം സഹോദരൻ്റെ അനുഗ്രഹത്തെ തട്ടിയെടുത്തിട്ട് ഓടുന്ന ഒരു ഓട്ടത്തിൻ്റെ നടുവിൽ സംഭവിക്കുന്ന ഒരു സന്ദർഭമാണ് നാം വായിച്ച കുറിവാക്യം. ഞാൻ പറയട്ടെ, ഏതു മനുഷ്യനെയും പിടിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഏത് ശക്തനായ മനുഷ്യനായാലും ദൈവവുമായുള്ള ഏറ്റുമുട്ടലുകൾ അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ അവൻ്റെ ചരിത്രത്തെ തിരിക്കുന്ന ദൈവിക നിയോഗങ്ങൾ അവനിൽ വെളിപ്പെടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യങ്സ്റ്റേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാണ്, ഭാവിയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാണ്. നാളെയിൽ കർത്താവേ ഞാൻ ഇങ്ങനെ ആകണമെന്നൊക്കെ 100 ആഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിനേക്കാളും ശക്തിയേറിയൊരു പ്രാർത്ഥനാ വിഷയം ഞാൻ കൈമാറാം. കർത്താവേ, അങ്ങുമായൊരു ഏറ്റുമുട്ടലിന് വേണ്ടി അങ്ങ് എനിക്ക് കാണണം, അങ്ങുമായുള്ളൊരു എൻകൗണ്ടറിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചരിത്രത്തെ മാറ്റുന്ന എൻകൗണ്ടറുകൾ അവനിൽ വെളിപ്പെട്ടു വരാം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത തലങ്ങൾ വെളിപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, സാധാരണക്കാരായി ജീവിച്ചു പോകുന്നു. ഇതിലുപരിയായിട്ട് ഒന്നും നമുക്ക് നേടാൻ കഴിയുന്നില്ല, ഒന്നും നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഒരു പരിധിയിലപ്പുറം ദൈവത്തിന്ന് ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഈ പകൽ ഈ ശുശ്രൂഷയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ ശൈലി മാറ്റണം. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കണം, കർത്താവേ, നീയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് നിന്നെ ഒന്ന് കാണാ, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്ന എൻ്റെ ചരിത്രം മാറ്റുന്ന ചില ദൈവിക പദ്ധതികൾ എന്നിൽ ഉടലെടുക്കാനിടയാകും. ഹല്ലേലൂയ. ഒരിക്കൽ മോശ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ആരും അതുവരെ പറഞ്ഞിട്ടില്ല, അതുവരെ ആരും അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവേ, എനിക്ക് എന്നെ ഒന്ന് കാണണം. യഹോവ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ദഹിപ്പിക്കുന്നവനാണ്, എന്നെ കണ്ടവരാരും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല
സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നവനാണ്, എൻ്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. എങ്കിലും മോശ പറയുകയാണ്, എനിക്ക് നിന്നെ ഒന്ന് കണ്ടേ പറ്റത്തുള്ളൂ. എന്നെ മരുഭൂമിയിലൂടെ നടത്തിയില്ലേ, എനിക്ക് വേണ്ടി മഞ്ഞ തന്നില്ലേ, എനിക്ക് വേണ്ടി കാടപ്പക്ഷി ഇറക്കി തന്നില്ലേ, ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചില്ലേ, ആ ഒരു ദൈവത്തെ എനിക്ക് മുഖാമുഖമായി ഒന്ന് കാണണമെന്ന് ഒരു ഭക്തൻ പറഞ്ഞപ്പോ അവന്റെ ആഗ്രഹത്തിന്റെ മുൻപിൽ ആമേൻ വചനം പറയുന്നു, പാറയുടെ പിളർപ്പിനകത്ത് മോശയെ കയറ്റി നിർത്തിയിട്ട് യഹോവയുടെ പിൻഭാഗം മോശയെ കാണിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം 2024 ജനുവരി മുതൽ ഡിസംബർ വരെ ദൈവം നടത്തിയില്ലേ, ദൈവം കരുതിയില്ലേ, ദൈവം ആവശ്യമായതിലധികം നിനക്ക് തന്നില്ലേ? ഇന്ന് പകൽ നന്മയുടെ പിന്നാലെ പോകാതെ ഈ പകൽ ദൈവത്തോടൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് നന്മയല്ല വിഷയം, എനിക്ക് അങ്ങയൊന്ന് കാണണം. അങ്ങുമായുള്ളൊരു ഏറ്റുമുട്ടൽ എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടോ എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളുടെ ചരിത്രങ്ങളെ മാറ്റാൻ ഈ പകലും എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ നമ്മളാരും പ്രാർത്ഥിക്കാറില്ല, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അതുപോലെ വെളിപ്പെടാറുമില്ല. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഒരു എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ചരിത്രത്തെ മാറുന്ന എൻകൗണ്ടറുകൾ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തും. ഞാൻ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, കർത്താവേ, ഇതുവരെയും ഒരു ഭക്തന് ഉപയോഗിച്ചിട്ടില്ലാത്തവണ്ണം ഉപയോഗിക്കുന്ന ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമേ, എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണമേ, എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടണമേ. അങ്ങനെ വെളിപ്പെട്ടാൽ പ്രിയരെ, നാം സാധാരണക്കാരായി ഇറങ്ങി വരത്തില്ല, നാം അസാധാരണമായി ഇറങ്ങി വരും. ഈ പകൽ ഞാൻ കൊതിക്കുന്നു, ചിലരുടെ മേൽ അത്തരത്തിലുള്ളൊരു ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടാൻ സമയമായി. കേട്ടോ, ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടാൻ സമയമായി. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അങ്ങനെയാണ് വചനം അങ്ങനെ പറയുന്നു. യാക്കോബ് ഏശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിയെടുത്ത് ജീവനെ ഭയന്ന് അവൻ ഓടുന്നൊരു ഓട്ടമുണ്ട്. ഓടുന്ന ഓട്ടം ഹാരാനിലേക്കാണ്. അവൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ, അമ്മായി അപ്പൻ്റെ വീട്ടിൽ, ലാബാന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ആ ഓട്ടത്തിൻ്റെ മധ്യേ അവൻ പോലും അറിയാതെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. രാത്രി വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വിട്ട് ഓട്ടമോടി ജീവിതത്തെ ഒന്ന് അക്കരയ്ക്ക് എത്തിക്കേണ്ട സ്ഥാനത്തെത്തിക്കണമെന്ന് കരുതി ഓടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നീ പോലും അറിയാതെ ഏതോ സൂര്യനുകൾ നിന്റെ മുൻപിൽ അസ്തമിക്കപ്പെടുന്നുണ്ടോ? നാളെയെ പറ്റിയൊന്നും കാണാതെ, നാളത്തെ ദിവസം എന്തായി തീരുമെന്നറിയാതെ, നാളത്തെ പകൽ നിനക്ക് എന്ത് ജീവിതത്തിൽ സംഭവിക്കുമെന്നറിയാതെ ഏതോക്കെ ഏകാന്തതയ്ക്കകത്ത് ഓടുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം എനിക്കൊരു ദൂതുണ്ട്. സൂര്യൻ അസ്തമിച്ചു പോകട്ടെ, രാത്രി വെളിപ്പെട്ടു പോട്ടെ, ഇന്ന് പകൽ ഒരു ഉറപ്പ് ഞാൻ തരാം. യാക്കോബിന്റെ ദൈവമത്രേ നമ്മുടെ ദൈവം. അവൻ സൂര്യൻ അസ്തമിച്ചാലും അസ്തമിക്കാത്തവർ, ഉറക്കമില്ലാത്തവർ, മഴക്കമില്ലാത്തവർ, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് കുഞ്ഞ്. ഇന്ന് പകൽ വ്യാകുലപ്പെടണ്ട. ഇന്ന് പകൽ നിന്റെ യാത്ര മധ്യേ നീ തകർന്നു പോകില്ല, നീ പട്ടുപോകത്തില്ല. എൻ്റെ ദൈവത്തിന്റെ എൻകൗണ്ടർ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട. ആരോട് സംസാരിച്ചിട്ടില്ലാത്തവണ്ണം നിന്റെ കുടുംബത്തോട്, നിന്റെ സഭയോട്, നിന്റെ തലമുറയോട് ഈ പകൽ എൻ്റെ ദൈവം സംസാരിക്കാൻ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഓ ശബരദലഗടഗദരാരകൾ ഖമാന ബരഗടഗ ശരാദരഗടഗദരാരകൾ ഖമാന ബരഗടഗദരാരകൾ ഖമാ ഇന്നു പകൽ ആരൊക്കെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ പറയുന്നു, പാസ്റ്ററേ, ഒന്ന് ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാ. പക്ഷെ ജീവിതത്തിൽ ചിന്തിക്കാത്ത രാത്രികൾ വെളിപ്പെടുകയാണ്, ജീവിതത്തിൽ ചിന്തിക്കാത്ത വേദനകൾ വെളിപ്പെടുകയാണ്, ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാത്ത ദിവസങ്ങൾ വെളിപ്പെടുകയാണ്, ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ വെളിപ്പെടുകയാണ്. നിന്നെ നോക്കിയ ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുന്നത്, അധൈര്യപ്പെടേണ്ട. ഈ വേദനയുടെ നടുവില് ഞാൻ നിന്റെ കൂടെ
കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട യാക്കോബേ, ഭയപ്പെടേണ്ട യാക്കോബേ, നീ ഇരിക്കുന്ന ഇടത്ത് ഞാൻ ഇറങ്ങി വരും. നീ ഇറങ്ങിയോ, നീ ഇരിക്കുന്ന ഇടത്ത് ഞാൻ ഇറങ്ങി വരും. ഇന്ന് പകൽ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ഭവനത്തിലായിരിക്കുക, ഒരു പക്ഷെ വാഹനത്തിലായിരിക്കുക, ഒരു പക്ഷെ ആരാധന ഇടത്തായിരിക്കുക. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരാൻ കഴിയുമോ? ശരാതുരിഖമാനധാര ഘടകധാരധാര ഒത്തിരി പെടാപ്പാട് വിട്ടില്ലേ, ഒത്തിരി ആഗ്രഹിച്ചില്ലേ, ഒത്തിരി ശരാതലഘടകധരാരകൾ ആ രീതിയിൽ എത്തിക്കേണ്ടടുത്തെത്തുമെന്ന്, എത്തിച്ചേരേണ്ടടുത്തെത്തുമെന്ന് ഒത്തിരി മിനവ് കൂട്ടിയില്ലേ, ഒത്തിരി ആഗ്രഹങ്ങൾ വച്ച് ജീവിച്ചില്ലേ. പക്ഷെ എവിടെയൊക്കെ പാതി വഴിയിൽ സ്റ്റക്കായി നിൽക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങേയറ്റത്തേക്ക് യാത്ര തിരിച്ചിട്ട് ഇന്ന് പകൽ നടാമെ കടലിന്റെ നടുവിൽ ഒരു കപ്പലകപ്പെട്ടതുപോലെ ജീവിതത്തിന്റെ മറുകര കാണാൻ കഴിയാതെ ആരോക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ പകൽ ദൈവം നിന്നെ തട്ടി ദൂത് പറയുക. ഓ ശാരാബാല ധൂരധാര ഘടകധാര പ്രിയരെ, ജീവിതത്തിന്റെ മറുകര കാണാതെ ഹാരാന് വരെ ഓടണം. ഓടാൻ കഴിയില്ല, രാത്രി വെളിപ്പെട്ടു. ഓടാൻ കഴിയില്ല, രാത്രി വെളിപ്പെട്ടു. ഹാരാനെത്തിയ ഒരു നോക്കെങ്കിലും എനിക്കൊരു അഭയസ്ഥാനം തരാ. എൻ്റെ അമ്മയുടെ സഹോദരൻ എന്നുണ്ടെന്ന് കരുതിയ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ആരും സഹായമില്ല, ആരും കരുതാനില്ല, ആരും ഒന്ന് സ്റ്റമ ലിഫ്റ്റ് ചെയ്യാനില്ല. ഈ വേദനയുടെ ആഴത്തിനകത്ത് നടുവിൽ നിൽക്കുകയാണ്. അർദ്ധരാത്രി വെളിപ്പെട്ട് സൂര്യൻ അസ്തമിച്ചു. അവന് പ്രകൃതി പോലും അനുകൂലമല്ല. ഇന്ന് പകൽക്കാലം ആരെങ്കിലും എന്നെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ജീവിതത്തിൻ്റെ ഏതോ വഴിയാത്രയ്ക്കകത്ത് എവിടെയൊക്കെ നിനക്ക് വേണ്ടി കരുതുമെന്ന്, നീ എത്തിച്ചേരുമെന്ന് പറഞ്ഞ നീ ആഗ്രഹിച്ച സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വച്ചിട്ട് എത്തിച്ചേരാൻ കഴിയാതെ ഒരു കടലിന്റെ നടുത്തട്ടിൽ നടുക്കകപ്പെട്ടു പോയ ഒരു കപ്പലിനെ പോലെ അക്കരെ കര കാണാൻ കഴിയാതെ, അപ്പുറത്തെ തുറമുഖം കാണാൻ കഴിയാതെ ഉഴലുന്ന ആരെങ്കിലും ഇന്നൊരു പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ നോക്കി ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ ഇടപെടൽ ഇടങ്ങി വരുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഈ രാത്രി ചിലരോട് ആത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. നിന്റെ കുടുംബത്തിൽ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത, ഇതുവരെയും നിന്നോട് സംസാരിച്ചിട്ടില്ലാത്ത, ഈ സഹാക്കിന്റെ മുൻപിൽ ഇറങ്ങി വരാത്ത, അതുപോലെ ഞാനൊരു എൻകൗണ്ടറുമാ ഞാൻ നിന്റെ മുൻപിൽ ഇറങ്ങി വരും. പിതാക്കന്മാരുടെ മുൻപിൽ പോലും ഇറങ്ങി വരത്തില്ലാത്ത രീതിയിൽ ഞാൻ ഈ പകൽ ഞാൻ നിന്നോട് ഇറങ്ങി വരും. ഞാൻ നിന്റെ മുൻപിൽ ഇറങ്ങി വരും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറട്ടെ. നിന്റെ തലമുറകളെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നീ വിശ്വാസത്താൽ ചുവട് വച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ വിശ്വസിച്ച് നീ സകലതും വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മനിറവിൽ ഒരു ദൂത് പറയാം. നിന്റെ തലമുറ ഉഴലാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം ഉഴലാൻ ദൈവം അനുവദിക്കത്തില്ല. വചനം പറയുന്നു, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ല. ഈ പകലാരുടെയൊക്കെ തലയിൽ കൈവച്ചൊരു ദൂത് ദൈവാത്മാവ് കൈമാറുകയാ. ഉലകത്തിൽ ആരെ സഹായിച്ചില്ലേല് പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ സഹായിക്കുക, കണ്ണുനീരോടെ കരയുന്നവന്റെ തലമുറയെ സഹായിക്കുക. എൻ്റെ ദൈവം ഇറങ്ങി വരും. യാക്കോബ് ആരെന്നറിയാമോ പ്രിയരെ? അവൻ സാധാരണക്കാരനല്ല. വിളി കേട്ടിറങ്ങി അബ്രഹാമിന്റെ കുഞ്ഞുമകനാ. വിളി കേട്ടിറങ്ങി എല്ലാം വിട്ടിറങ്ങിയ അബ്രഹാമിന്റെ കുലത്തിലുള്ളവനാ. ഈ പകൽ ആരോടൊക്കെ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. കണ്ണുനീരോട് നീ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്ന ചിലതിനു വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങുന്ന രാത്രിയാണ് ഈ രാത്രിയമ്മ. ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ പകൽ മാത്രം പ്രവർത്തിക്കുന്നവനല്ല. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? പകൽ മാത്രം പ്രവർത്തിക്കുന്നവനല്ല. എൻ്റെ ദൈവം ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചത് രാത്രിയാ. മനുഷ്യൻ ഉറങ്ങുമ്പോൾ, പ്രകൃതി ഉറങ്ങുമ്പോൾ, സകലതും അതിൻ്റെ കൂടണയുമ്പോൾ എൻ്റെ ദൈവം ചിലതിനു വേണ്ടി പ്രവർത്തിക്കും.
നിങ്ങൾക്ക് മനസ്സിലായില്ല. സൂര്യൻ അസ്തമിച്ചു പ്രിയരെ. ആമേ പക്ഷികൾ പറന്നു പോവുക. യാക്കോബിന്റെ മുൻപിൽ ഒന്നുമില്ല. കടിപ്പാൻ ആഹാരമില്ല. ആമേ കുടിപ്പാൻ ഒരു തുരുത്തി വെള്ളമില്ല. ഒന്നുമില്ല. അവന്റെ കയ്യിലുള്ളതെല്ലാം ശൂന്യമാ. അവന്റെ മുൻപിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഹാരാനിലേക്ക് എത്തണം. എങ്ങനെയെങ്കിലും അമ്മായിയപ്പന്റെ ഭവനത്തിലേക്ക്, എൻ്റെ അമ്മയുടെ സഹോദരന്റെ ഭവനത്തിലേക്ക് എനിക്കൊന്ന് എത്തിച്ചേരണം. പക്ഷെ പ്രകൃതിയും സാഹചര്യങ്ങളും മൊത്തം എതിരായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ രാത്രി ഉറങ്ങാത്തവനാണ്. അവൻ രാത്രി മയങ്ങാത്തവനാണ്. അവൻ ഉറങ്ങാത്തവനായതുകൊണ്ട്, അവൻ മയങ്ങാത്തവനായതുകൊണ്ട് രാത്രിയുടെ യാമത്തിൽ ആരും കരുതാനില്ലാത്ത യാക്കോബിനെ തേടി സ്വർഗമല്ല ഇറങ്ങിയത്, സ്വർഗത്തോളം എത്തുന്ന ഗോവേണി ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ഗോവേണി ഇറങ്ങ്. ദൈവത്തിന്റെ ഗോവേണി ഈ പകൽ ഇറങ്ങി വരൂ. എനിക്കൊരു ദൈവത്തെ അറിയാം, ആർക്കും പ്രവർത്തിക്കാത്ത രാത്രികളിൽ പ്രവർത്തിക്കുന്നൊരു ദൈവം. മനുഷ്യൻ എതിർക്കുമ്പോൾ, മനുഷ്യൻ നമ്മുടെ ചുറ്റും നിന്ന് നമുക്കെതിരെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, നമുക്കെതിരെ തിരിയുമ്പോൾ എൻ്റെ ദൈവം എഴുന്നേൽക്കും. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? സകലരും അഹരോനെതിരെ സംസാരിക്കുകയാണ്. അഹരോന്റെ ശുശ്രൂഷയ്ക്കെതിരെ സംസാരിക്കുകയാണ്. അഹരോന്റെ പൗരോഹിത്യത്തിനെതിരെ സംസാരിക്കുകയാണ്. ഒരു കൂട്ടം ആമേ സകലരും അഹരോനെതിരെ സംസാരിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, എടാ നീ പോടാ, അഹരോന്റെ ആമേ വടിയെ ഇങ്ങോട്ടൊന്ന് മേടിക്ക്. എന്നിട്ട് 11 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ വടികൾ എടുക്ക്. എന്നിട്ട് ഈ വടി 12 കൂടെ കെട്ടി ആമേ സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വയ്ക്ക്. എന്നിട്ട് മോശയോട് പറഞ്ഞു, സകലരോടും പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. നാളത്തെ പകൽ ദൈവം ആരുടെ പക്ഷത്തൊന്ന് ഞാൻ തെളിയിക്കുമെന്ന്. ഇന്ന് പകൽക്കാലം സകല ഗോത്രങ്ങളും ഉറങ്ങുമ്പോ ഇന്ന് പകൽക്കാലം കേട്ടോണ്, സമാഗമന കൂടാരത്തിൽ ഇറങ്ങുന്ന പ്രസൻസിന്റെ പ്രത്യേകത അത് ഒരിക്കലും നിലയ്ക്കാത്തതാണ്. ആ സാന്നിധ്യത്തിനകത്ത് വടിയിരിക്കുമ്പോ വടി ഇതുപോലെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ ഫല അതിൽ നിന്ന് പുറപ്പെടുവിക്കാൻ തുടങ്ങി. വലിയൊരു ഫ്ലറിഷ് അതിനകത്ത് ഉണ്ടാകാൻ തുടങ്ങി. ഇന്ന് പകൽ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ കഴിയാത്ത രീതി ഉണങ്ങിപ്പോയ നിന്റെ ജീവിതത്തെ തളിർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ, ദൈവത്തിന്റെ പ്രസൻസ് ഈ പകൽ ഈ ആലയത്തിനകത്ത് ആളത്തമായി വെളിപ്പെടുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഇന്ന് പകൽ ഒരു ഉണങ്ങിയ വടിയെ ഫലമുള്ള ബാക്കി സയൻസ് പറയുന്നു, ഒരു അതി തളിർക്കണമെങ്കിൽ, ഒരു ഫലം കായ്ക്കണമെങ്കിൽ 4 വർഷം എടുക്കുക. 4 വർഷം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്റെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു. ഈ പകൽ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ചില വേഗത്തിൽ ചെയ്യും. ദൈവത്തെ ലിമിറ്റിടരുത്. ആരൊക്കെ ലൈവിലൂടെ എന്നെ കാണുന്നു, നിന്നോട് ആത്മാവ് പ്രവചിക്കുക, ഈ ദൈവത്തെ ലിമിറ്റിടരുത്. ഇന്ന് പകൽ നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ ഉയർത്താൻ പദ്ധതിയുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളെ വെളിപ്പെടുത്താൻ പദ്ധതിയുണ്ടെങ്കിൽ, ഒരു സൈന്യം നിന്റെ മേലെ പാളയം ഇറങ്ങിയാൽ നീ നിർഭയനായിരിക്കും. കാരണം ഇന്ന് പകൽ നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട്, നിന്റെ കൂടെ യഹോവയുണ്ട്. ഈ പകൽ അവൻ തെളിയിക്കാൻ പോകുകയാണ്. ഈ രാത്രി അവൻ നിന്നെ തെളിയിക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് തെളിയിക്കുന്ന പകലുകൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ലോകം അതിശയിച്ച് കാണത്തക്ക നിലവാരത്തിൽ നിന്റെ
കണ്ണിന് ആശ്ചര്യമാകത്തക്ക നിലവാരത്തിൽ ചില ദൈവപ്രവൃത്തിയുടെ പകലുകൾ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി ദൈവത്തെ കരമടിച്ചു സ്തുതിച്ചു തുടങ്ങുക. ചില പകലുകൾ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷയെ തെളിയിക്കുന്ന, നിന്റെ കുടുംബത്തെ തെളിയിക്കുന്ന, നിന്റെ സഭയെ തെളിയിക്കുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ചില ദൈവപ്രവൃത്തിയുടെ ഇവിടെ ഇരുന്ന് ആരംഭിക്കുമ്പോൾ ചില ദുർഘടങ്ങൾ മാറുന്നു. താമ്രവാതിലുകൾ ഇടിഞ്ഞു മാറുന്നു. ഇരുമ്പോടാമ്പലുകൾ തകർന്നു വീഴുന്നു. പാരമ്പര്യമായി കുടുംബത്തെ വെല്ലുവിളിക്കുന്ന ചില ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടിമാറുന്നു. ചിലരുടെ മേൽ ദൈവത്തിന്റെ പ്രസൻസ് ആഴമായി വെളിപ്പെടുന്നു. നിന്റെ മാവിന്റെ കെട്ടുപൊട്ടുന്നു. കുഞ്ഞേ, ഈ പകൽ ദൈവത്തിന്റെ എൻകൗണ്ടറിന് വേണ്ടി ഒരുങ്ങ. എനിക്ക് നിന്നോട് ആരോടും സംസാരിച്ചിട്ടില്ലാത്തവണ്ണം, ആരോട് ഇടപെട്ടിട്ടില്ലാത്തവണ്ണം സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്റെ കൂടാരത്തിന് കത്തുന്നു. ചിലവിന് പുറത്തെടുക്കാനുണ്ട്. എനിക്ക് ചിലവിനെ പുറത്തെടുക്കാനുണ്ട്. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രസംഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തു നിന്ന് ഈ ശബ്ദം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇത് ഫലമായിട്ടല്ലാതെ മടങ്ങി വരത്തില്ല. കിലോമീറ്ററുകൾ ഈ വചനം സഞ്ചരിക്കാൻ പോകുകയാണ്. ദൈവത്തിന് ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില കുടുംബങ്ങളെ ഇത് തൊടാൻ പോകുകയാണ്. ചില തലമുറകളെ ഇത് തൊടാൻ പോകുകയാണ്. ചിലതിനെ ആത്മാവ് പിടിക്കാൻ പോകുകയാണ്. ഈ പകൽ ജീവിതത്തിന്റെ രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ കഴിയാതെ എവിടെയൊക്കെ സ്റ്റക്കായി പോയ ചിലതിനെ ആത്മാവ് റീസ്റ്റോർ ചെയ്യുകയാണ്. Shekoroda, Shiramanada, Sharadara, Tarekamana, Shere, Tere, Teramana, Yabarada, Sharadara, Rikamana, Artabala, Sharadarada, Baraba, Shaure, Tere, Tomana, Sharada, Rikama, Rikade, Rikalada, Rahaladu, Rikamana. Sharatera, Rikamana, Kruba, Adamai, Deva Kruba, Yabarik, Adamai, Deva Kruba, Sharauto, Sheiko, Shalame, Pinabe, Tiraba, Sharada, Sharadale, Shalekone, Tarekame, Sharadale, Paradala, Sharamo. Parekame, Altere, So, Raikabara, Sharadada, Tiradara, Sharadalaka, Shadekonede, Artabala, Sharadalaka, Shadedreke, Taradalada, Sharadara. Oh, ചിലതിൻ്റെ രാത്രികൾ മഴ മാറട്ടെ. രാത്രികൾ മഴ പകൽ വെളിപ്പെടട്ടെ. ഉഴലുന്ന ചില ജീവിതങ്ങളുടെ മേൽ സ്വർഗീയ പകലുകൾ വെളിപ്പെടട്ടെ. അർത്ഥനാദരം ശബേര ധൂര കനകധാരധാര ശാരധാര ധീര വക്ഷേഖമാന റിഖമാന ധാരധാര ധീര ബലഘടകധര ശരാദ ശരോധോ റിഖാമനാദരഘടക ശരാരകൾ ഖമ. ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ ഒരു ദൂത് കൈമാറട്ടെ. നിന്റെ മേലൊരു ദൈവിക എൻകൗണ്ടർ വെളിപ്പെടാൻ സമയമായി. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ സമയമായി. നിനക്ക് വേണ്ടി ചില പകലുകൾ വെളിപ്പെടാൻ പോകുക.
ആരോടും പറയാതെ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ വിഷമത്തെ കയ്പ് കാടി കുടിക്കുന്നത് പോലെ കണ്ണുനീരോടെ കരഞ്ഞ് ദൈവസന്നിധിയിൽ വേദനയോടെ ഇരുന്ന ചിലവിനോട് ആത്മാവ് പറയുന്നു, ചിലവിൻ്റെ നല്ല കാലം വെളിപ്പെടാൻ പോവുക. ചിലതിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ പോവുക. കുഞ്ഞമ്മിൻ്റെ കണ്ണുകൊണ്ട് നീ കാണാൻ കൊതിച്ച ചിലത് എൻ്റെ ദൈവം ഈ പകൽ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ഈ പകൽ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. അപ്പനൊരു പക്ഷെ നിന്റെ കൂടെ കാണില്ല, ഒരു പക്ഷെ നീ ആഗ്രഹിച്ചവർ നിന്റെ കൂടെ കാണത്തില്ല. പക്ഷെ സ്വർഗം തുറക്ക്, സ്വർഗം തുറക്ക്, സ്വർഗത്തിന്റെ പ്രസൻസ് നിനക്ക് വേണ്ടി ഇറങ്ങ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. അറിയില്ല, അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഈ ഹാള് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ഓ ശാബാരാധലഘടക, ഈ ഹാള് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവ ചിലരെ തൊടുത്ത് ദൈവത്തിന്റെ വിടുതലുകളെ കൈമാറുന്നു. ചിലവിന്റെ ശിരസിന്നമേ ദൈവത്തിന്റെ ആഴം വെളിപ്പെടുകയാണ്. ഓ ശാബാരാധലഘടകധരാരകൾ ഖമാനധരഘടക ശരാധലഘടകധരാരകൾ ഖമാനധരഘട ശരാധരാരകൾ ഖമാനധരഘടക ശരാധരഘടകധുരാരകൾ ഖമാനധുരഘടകധരാരകൾ ഖവ ശരാധരാജ ശൂരബൈ ഖുമനോധുരഘടക ശരാധരാരകൾ ശരാരകൾ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഭയന്ന് ഒരു രാത്രിയിൽ ഒരു സ്ഥലത്തെത്തി. ഒരു കല്ലവൻ തപ്പുക. എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. എൻ്റെ അപ്പൻ വിദൂരതയില്ല, എൻ്റെ അമ്മ വിദൂരതയില്ല, എൻ്റെ സഹോദരൻ എന്നെ ഈ രാത്രി കൊല്ലുമോ എന്ന മരണഭയത്തിൽ യാക്കോബ് തപ്പുക. ഒരു കല്ല് എടുത്ത് തലയണയായി വച്ചിട്ട് അവൻ കിടന്നുറങ്ങുമ്പോൾ കാണുന്നൊരു സ്വപ്നമുണ്ട്, കാണുന്നൊരു വെളിപ്പാടുണ്ട്. സ്വർഗത്തോളം എത്തുന്ന ദൂതവേണി ദൂതന്മാർ ഇറങ്ങുകയും കയറുകയല്ല, കയറുകയും ഇറങ്ങുകയും ചെയ്യുക. അർത്ഥം എന്തെന്നറിയാമോ? യാക്കോബ് ഇവിടെ വരുമെന്ന്, യാക്കോബ് ഇവിടെ ഒറ്റയ്ക്കാകുമെന്ന്, യാക്കോബിന് വേണ്ടി കരുതാൻ ആരുമില്ലാതെ ആകുമെന്ന് എൻ്റെ ദൈവത്തിനറിയാവുന്നത് കൊണ്ട് യാക്കോബ് വരുന്നതിന് മുമ്പ് അവനെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി. കേട്ടോ, അവനെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി. ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ വിഷയം വെളിപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയുള്ള വിടുതലിൻ്റെ കരവുമായി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവിക ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. ഈ രാത്രി കണ്ണു തുറന്ന് കാണാ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാ, ദൈവത്തിൻ്റെ അതിശയങ്ങളെ കാണാ, ദൈവത്തിൻ്റെ മറുപടികളെ കാണാ, ദൈവിക എൻകൗണ്ടറുകളെ കാണാ. ഇന്ന് പകൽ ഈ രാത്രിയുടെ യാമമെടുക്കുന്ന സമയത്ത് ആത്മമറവിൽ ഒന്ന് കണ്ണു തുറന്നു നോക്ക്. ഇന്ന് പകൽ ദൈവം നിന്റെ മുന്നിൽ തുറമിടാം. ശരധാര ധാര ധാര ധീരാധാര ശരധാര ഘടകധാര ധാര ധാര ഘടകധാര ശരേഖമാന ധൂരധാര ധാര ഘടകധേരധാര ശരാധുരീഖമാന ധാര 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 ഓ ശരധേര ധേരധാര ശരധാര റിഖമാന ധാര 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 ഗാര ബാര ബാര ധാരകൾ ഖമാരധ. ദൈവം തുറക്കുകയാണ്. നിനക്ക് വേണ്ടി ആരുടെ മുൻപിൽ തുറന്നിട്ടില്ലാത്ത സ്വർഗ കവാടങ്ങള്, സ്വർഗീയ ഭണ്ഡാരങ്ങള് തുറക്കുക. മനുഷ്യന്റെ കരത്തിലെ മന്മയെ നോക്കണ്ട. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗത്തിലെ കവാടം തുറക്കപ്പെടുന്നു. സ്വർഗത്തിന്റെ മന്മയുടെ വാതിൽ തുറക്കപ്പെടുന്നു. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. അവൻ തുറന്നാൽ ആരും അടക്കില്ല. കേട്ടോ, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. ഈ രാത്രി ചിലരുടെ ദൈവത്തിന്റെ കരം ചിലവനെ ആഴമായി തുറക്കുകയാണ്. അടഞ്ഞുപോയ വാതിലുകൾ, അടഞ്ഞുപോയ ദൈവിക നിയോഗങ്ങൾ ഈ രാത്രി ദൈവാത്മാവ് തുറക്കുകയാണ്. അമ്മ ഇന്ന് രാത്രി വിശ്വസിക്കുക, ഉലകത്തിൽ ഒരു കരവുമില്ലേലും, ഒരു കരവും ആശ്രയിക്കാനില്ലേലും, ഒരു മനുഷ്യന് സഹായിക്കാനില്ലേലും ഇന്ന് രാത്രി പറ, സ്വർഗത്തോളം എത്തുന്ന ഗോവേണി എനിക്കുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഭൂമിയോളം എത്തുന്നതല്ലേ, സ്വർഗത്തോളം എത്തുന്ന
സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി എൻ്റെ കരത്തിലുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുക, ആരും സഹായിക്കാനില്ലേലോ എൻ്റെ ദൈവത്തിൻ്റെ ഗോവേണി നിനക്ക് വേണ്ടി ഉണ്ട്. യാക്കോബ് കണ്ട ഗോവേണിയുടെ പ്രത്യേകത എന്നൊന്നറിയാമോ? യാക്കോബ് കണ്ട ഗോവേണി ദൂതന്മാർ ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ ദൂതന്മാർക്കും സ്വർഗത്തിനും യാക്കോബിനും ഇടയ്ക്ക്, സ്വർഗത്തിനും യാക്കോബിനും ഇടയ്ക്ക് ദൈവത്തിൻ്റെ ഒരു കണക്ഷനാണ് ഗോവേണി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പുതിയ നിയമത്തിലൊരു ഗോവേണിയുണ്ട്. വായിക്കാമോ? യോഹന്നാന്റെ പുസ്തകം സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വാക്യം. യോഹന്നാൻ മതി. പുതുനിയമത്തിലൊരു ഗോവേണിയുണ്ട്. യാക്കോബിനും സ്വർഗത്തിനും തമ്മിലൊരു ഗോവേണി പോലെ നമുക്കും സ്വർഗത്തിനും തമ്മിലുള്ള ഗോവേണിയാണ് യേശു ക്രിസ്തു. മനസ്സിലായില്ല? ദൈവവചനം പറയുന്നു, only one mediator, ഏക മധ്യസ്ഥൻ. മനസ്സിലായോ? ഏക മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തു അത്രേ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആമേ സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണിയുണ്ട്. നീ ഇവിടെ ഇരുന്ന് കരഞ്ഞ അത് ഇറങ്ങി വരും, ആ ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടിയുള്ളത് പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അത് പ്രാപിച്ചു നിന്റെ കരത്തിൽ തരാ കഴിയുമ. അത് എന്റെ യേശു ക്രിസ്തുവാണെങ്കിൽ ഈ രാത്രി വിശ്വസിക്ക്, നീ അനാഥനല്ല, നീ ആളില്ലാത്തവനല്ല, ആർക്കും തട്ടിക്കളിക്കാൻ പറ്റിയതല്ല. ഇന്ന് രാത്രി എനക്കൊരു ഉടയവനുണ്ട്. യു ഹാവ് എ മീഡിയേറ്റർ, എനക്കൊരു മധ്യസ്ഥനുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ഞാൻ ഉത്തരം തരും. കാരണം എന്തെന്നറിയാമോ? മനുഷ്യനെയും സ്വർഗത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നവ ക്രിസ്തുവാണ്. ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അവൻ ഞാനോ നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ചോദിക്കേണ്ടത് പാസ്റ്ററോടല്ല, ചോദിക്കേണ്ടത് മനുഷ്യനോടല്ല, ചോദിക്കേണ്ടത് ഏതോ അടുത്തിരുന്ന് ആരാധിക്കുന്ന വ്യക്തിയോടല്ല. ഡയറക്റ്റ് നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുന്ന, നിന്റെ ഹൃദയ കവാടത്തിന്റെ മുൻപിൽ ഇറങ്ങി നിൽക്കുന്ന ആ ദൈവത്തോട് ചോദിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമത്തിൽ അവൻ ചോദിക്കും. രാത്രി ഉത്തരങ്ങളുടെ സീസണുകൾ തുറന്നു വരും. ഉത്തരങ്ങൾ നിന്റെ മുൻപിൽ അടയപ്പെട്ടതായി കാണത്തില്ല. അവൻ നിന്റെ മുൻപിൽ ഈ രാത്രി തുറന്നു വരും. ആരാധിക്കുന്നെങ്കിൽ ഈ വെളിപ്പാടിൽ ആരാധിക്കണം, സ്തുതിക്കുമെങ്കിൽ ഈ വെളിപ്പാടിൽ സ്തുതിക്കണം, മമ്മി പറയുമെങ്കിൽ മാമേ ഈ വെളിപ്പാടിൽ നന്ദി പറയണം. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മധ്യസ്ഥനായ കർത്താവ് ചിലത് ചെയ്യുകയാണ് കേട്ടോ. പിതാവിന്റെ അടുക്കൽ നിന്ന് നീ കണ്ണുനീരോടെ കരഞ്ഞ വിഷയമില്ലേ, കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ച വിഷയമില്ലേ, അതിനുള്ള മറുപടിയെ വാങ്ങി ഇന്ന് രാത്രി ദൂതന്മാരെ നിന്റെ അടുക്കൽ അയക്കുകയാണ്, നിന്റെ കുടുംബത്തിനകത്ത് അയക്കുകയാണ്. What a mighty Lord, what a mighty Lord. I can feel your presence, Father, I can feel your presence. Shara dara dara gada dara 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 sharaduri khamana dara dara gada dara sharadara dara khamana dhura dara dara gada dara share koramanada shara dhara dhira dhara 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 shara dhara 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 shara dhara 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 oh sharaba rekha mein
ശരാധര ശരേഖമോ ശരാധര ഓ ശാരാ ഓ രമണധര ഘടക. രാത്രി ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ? അമ്മേ പുത്രന്റെ നാമത്തിൽ ചോദിക്ക, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്ക. ഇന്ന് രാത്രി ഒരു ഉത്തരവ് തടയാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിയില്ല, ഒരു പാർശ്വയുടെ ശക്തിക്കും കഴിയില്ല. നിന്റെ കൂടാരത്തിലെ ആഭിചാരങ്ങൾക്ക് കഴിയത്തില്ല, മന്ത്രവാദികൾക്ക് കഴിയത്തില്ല. എന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ അവൻ ഉത്തരവുമായി രാത്രി ഇറങ്ങി വരാ. ഞാൻ വിശ്വസിക്കുന്നു 2024 ദൈവം നാളുകൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ അർപ്പിച്ച ചില പ്രാർത്ഥനയുടെ മറുപടിയുടെ ഉത്തരവുമായി ഈ രാത്രി ദൈവം ഇറങ്ങുക. ദൈവം നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങുക, നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് ഇറങ്ങുക. ഈ ലൈവിലൂടെ കാണുന്ന ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം ഇറങ്ങുക. ഈ രാത്രി ദൈവം ഇറങ്ങുക കുഞ്ഞേ. ദൈവം നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്യുകയാ. പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. ഇന്ന് രാത്രി തൻ്റെ ഇടമുണ്ടെങ്കിൽ പുത്രന്റെ നാമത്തിൽ ചിലത് ചോദിക്ക. നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടും, കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടും, കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടും. ആർക്കും തടുക്കാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാം. ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാമറവിൽ ചോദിക്കുക, തിരുവനന്തപുരം പട്ടണത്തെ ഞങ്ങളുടെ ആലയത്തിന് അവകാശമായി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചലിക്കട്ടെ. ഇന്ന് രാത്രി പുതിയ തുടക്കങ്ങൾ ഞങ്ങളുടെ ആലയത്തിനകത്ത് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഈ ആലയത്തിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്ത് ലൈവിലൂടെ കാണുന്നവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി വിടുതലുകൾ ചലിക്കട്ടെ, അസാധാരണമായ ദൈവപ്രവർത്തികൾ ചലിക്കട്ടെ. ഓ പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ് അഗോവേണി. ദൈവത്തെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യേശു ക്രിസ്തുവാണ്. പ്രിയരെ, ഈ രക്ഷ സൗജന്യമാണ്. കാരണം ഒരുവൻ മറുവിലയായി. അവൻ്റെ പേരത്ര നമ്മുടെ അരിമനാഥൻ, അവനത്ര യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമ, അത് യേശു എന്ന നാമം മാത്രം. ഇന്ന് രാത്രി അവിടം കൊണ്ട് തീർന്നില്ല. ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന ഏക നാമ യേശു എന്ന നാമ. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, വെള്ളിയും പൊന്നു എനിക്കില്ല, എനിക്കുള്ളവ നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഇന്ന് പകൽ ഈ രാത്രിയോടടുക്കുന്ന സമയത്ത് യുവാമേൽ ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ നിന്നുകൊണ്ട് ആത്മനിറവിൽ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുക, വെള്ളിയും പൊന്നു ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളവ നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ മിറക്കുകൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ, പുതിയ തുടക്കങ്ങൾ സംഭവിക്കട്ടെ, പുതിയ ആലയങ്ങൾ പുറത്തു വരട്ടെ, പട്ടണങ്ങളെ പിടിക്കുന്ന അഭിഷിക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ, തലമുറകളുടെ ഭാവിയുടെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. രാത്രി വിശ്വസിക്കുക, വന്നതുപോലെയല്ല. നിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടു, നിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടു, നിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടു. ആരും സഹായിക്കാനില്ലാതെ യാക്കോബ് കരയുക. അപ്പൊ സ്വർഗത്തു നിന്നൊരു ഗോവേണി ഇറങ്ങി വരിക. രാത്രി ഞാൻ ആത്മനിറവിൽ പറയാ, അവൻ ആ ഗോവേണിയുമായി എൻകൗണ്ടറിലേക്ക് ഏർപ്പെട്ടപ്പോ അവൻ പറയുകയാണ്, ഈ സ്ഥലത്ത് ദൈവമുണ്ട്, ഈ സ്ഥലത്ത് ദൈവമുണ്ട്. എന്നോട് ആത്മനിറവിൽ പ്രവചിക്കാൻ പറയുന്നു. ചില ദേശങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ട് പറയാൻ പോകുന്നു, ഈ ആലയത്തിൽ ദൈവമുണ്ട്. തിരുവനന്തപുരം പട്ടണം പറയാൻ പോകുന്നു, ഇവിടെ ദൈവ പ്രവൃത്തിയുണ്ട്. ലോകരാജ്യങ്ങൾ പറയാൻ പോകുന്നു, ഇവിടെ ദൈവത്തിന്റെ മഹത്വമുണ്ട്, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്, ദൈവത്തിന്റെ മഹത്വമുണ്ട്, ദൈവ പ്രവൃത്തിയുണ്ട്. ഇത് ബേഥേലല്ലാതെ
ശാരാധാര 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 വൈഡഭാര ധാരധാര ഘടകധാര ധാരധാര ധാരധാര ശരാധാര. ഹല്ലേലൂയ. ഇത് രാത്രി ഒന്ന് ശ്രദ്ധിച്ചേ. കല്ല് തലയണയായി കിടന്നുറങ്ങുക, വച്ച് കിടന്നുറങ്ങുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുക. യാക്കോബ് പറയുക, ഇവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവമുണ്ട്. ഇന്ന് രാത്രി ആത്മനിറവിൽ പറയട്ടെ, ഒരു ദൂതും നിന്റെ ഒരു കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ഒരു അത്ഭുതങ്ങളും നിന്റെ മുൻപിൽ വെളിപ്പെട്ടില്ലല്ലോ. ദൈവമുണ്ടെന്ന് നീ പറഞ്ഞാൽ, ദൈവമുണ്ടെന്ന് പറഞ്ഞ നിന്റെ യാത്രകൾ സുഖകരമാകും. ഇന്ന് രാത്രി ആത്മനിറവിൽ ഞാനൊരു ദൂത് പറയാ, പ്രതികൂലത്തോട് ദൈവമുണ്ടെന്ന് പറയാൻ തന്റെ നമ്മൾ നിൽക്കണം. ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചത്, കർത്താവേ എനിക്ക് രോഗമുണ്ട്, കർത്താവേ എൻ്റെ തലമുറയുടെ ഭാവി ഇതാണ്, കർത്താവേ എനിക്കിന്ന വിഷയമുണ്ട്, എനിക്കിന്ന രോഗമുണ്ട്, കർത്താവേ എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കണം, കർത്താവേ എനിക്കിന്ന പ്രതികൂലമുണ്ട്, എൻ്റെ ജോലി നടക്കുന്നില്ല, എനിക്കൊരു കാര്യം സംഭവിക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മനിറവിൽ ഒരു വെളിപ്പാട് പറയാ, ഇതുവരെ നീ പ്രതികൂലമുണ്ടെന്ന് ദൈവത്തോട് പറഞ്ഞു നിർത്തിയിട്ട് പ്രതികൂലത്തോട് പറ, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. അവന്റെ നാമത്തിൽ മുഴങ്ങാൽ അവന്റെ നാമത്തിൽ മടങ്ങാത്ത ഒരു മുഴങ്കാലുകളുമില്ല, അവന്റെ നാമത്തിൽ സൗഖ്യമാകാത്തൊരു രോഗമില്ല, അവന്റെ നാമത്തിൽ തുറന്നു വരാത്ത ഒരു വാതിലുകൾ. രാത്രി തൻ്റെ ഇടമുണ്ടോ? 100 വിഷയങ്ങളുമായി ദൈവത്തിന്റെ അടുത്തിൽ പോവാതെ വിഷയങ്ങളെ നോക്കി തൻ്റെ ഇടത്തോടെ പറ, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ തലമുറയുടെ ഭാവിയെ തടയുന്ന പൈശാചികനെ എനിക്കൊരു ദൈവമുണ്ട്. എന്റെ ശുശ്രൂഷയെ തടയുന്ന പൈശാചികനെ എനിക്കൊരു ദൈവമുണ്ട്. എന്റെ മാളയുടെ മീളയുടെ വാതിലുകളെ കോട്ടി അടയ്ക്കുന്ന പൈശാചിക മണ്ഡലമേ, എനിക്കൊരു ദൈവമുണ്ട്. യാക്കോബിന് മനസ്സിലായി, ഇവിടെ ആരുമില്ലേലും ദൈവമുണ്ട്, ദൈവമുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാ ഉഴച്ചിലുകൾ, ദൈവം നിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാ മരണഭയം, ദൈവം നിന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് നാളെ പറ്റി നിനക്ക് 100 ചിന്ത. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി ആത്മനിറവിൽ ഞാൻ പറയട്ടെ, ദൈവം കൂടെ ഇല്ലെങ്കിൽ ടെൻഷൻ കൂടും, ദൈവം കൂടെ ഇല്ലെങ്കിൽ നാളെ പറ്റിയുള്ള സ്വപ്നം നിൽക്കും, ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഭയന്ന് പരാജയപ്പെട്ടു പോകും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ നേരത്തെ ഇംഗ്ലീഷ് സർവീസിനകത്ത് പറഞ്ഞു, ജിജോ പാസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, അവിടെ വീട്ടിനടുത്ത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കൻ ആത്മഹത്യ ചെയ്തെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? റീസൺ എന്തോ ഗെയിമാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച നടന്നതാ നെയ്യാറ്റിൻകരയിൽ. ദൈവം കൂടെ ഇല്ലെങ്കിൽ ചെറിയ വിഷയത്തിന് ഈ ജീവിതം ഭയന്നു പോകും. നാളെ പറ്റി നിനക്ക് ചിന്തയില്ലാതാകും, നാളെ നിനക്ക് ജീവിതത്തിന് മുന്നിൽ പ്രയാസമായി തോന്നും. ചിലരെ കണ്ടിട്ടില്ലേ, ദൈവം കൂടെയുണ്ട്, വരുന്ന പ്രതികൂലമോ വലുതാ, പക്ഷെ അതിൻ്റെ നടുവിലും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഒരു കുലുക്കോ ഇല്ല. നമ്മളൊക്കെ ചിന്തിക്കുക, ആൻറ്റി എങ്ങനെയാ നിൽക്കുന്നേ, ദൈവദാസനെ എങ്ങനെയാ പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കുന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിൽ ഇതിരുടെ അടുത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ദൈവ മനുഷ്യൻ പറയുക, പാസ്റ്റേ ഞാൻ കാല് റിവേഴ്സിൽ കയറ്റിയിട്ടപ്പോൾ എന്നോട് പറയുക, പാസ്റ്റേ 3 ദിവസം മുമ്പേ ഇവിടെ ഒരു ആനയും ആനയുടെ ഒരു കുഞ്ഞും കൂടെ ഇറങ്ങിയതേ ഉള്ളൂ, ഞാൻ കാറ് വളച്ചിട്ടതേ ഉള്ളൂ. ദൈവമേ, എൻ്റെ കാറ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമുക്ക് ഓടിയെങ്കിലും രക്ഷപ്പെടാം. ഐ സല്യൂട്ട്. ഞാൻ ദൈവദാസനോട് ചോദിച്ചു, ആലയത്തിൽ വരുന്ന അസാധാരണമായ പ്രസൻസ് ആണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവരൊക്കെ പാടുന്ന പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവിടെ ബോക്സ് ഒന്നും വേണ്ട, പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരാണ്. കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ അവരെ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ആരാധന. ഞാൻ അവിടെ ചെന്നപ്പോഴേ എന്നോട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ലേഖനമൊന്നും പറ്റില്ല. ലേഖനമൊന്നും, കാരണം അവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ സിമ്പിളായി
ദൈവം നല്ലവനാണ്. നിന്റെ ജീവിതത്തിൽ വച്ചിരിക്കുന്ന ഭാവി അവർണ്ണനീയമാണ്. ഹലോ, ദൈവത്തെ അനുസരിക്ക്. ദൈവം വച്ചിരിക്കുന്ന വലിയവ നേട്. ഒറ്റ ചെറിയ പ്രസംഗം. കണ്ണുനീരോടെ കരഞ്ഞവർ ക്യൂ ആയിട്ട് നിന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ആത്മനിറവ് ഞാൻ പറയട്ടെ, അവരുടെ മുൻപിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ ഓടിയേനെ. അല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നിട്ടും അവർ ധൈര്യമായി നിൽക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ ഒരു ആൻറ്റി ആ രാവിലത്തെ സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്കിള് വൈകിട്ടാണ് വന്നേ. അവർ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പൊന്മുടിയിലുള്ളതാണ്. ഹലോ, അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ എത്ര ഹെയർ പിന്ന്. ഹലോ, എന്നോട് പറയുന്നു, പാസ്റ്റർ 18ാമത്തെ ഹെയർ പിന്നിലുള്ളതാണ് ഞങ്ങൾ. അവിടെ നിന്ന് ഓഫ് റോഡാണ്. അവിടെ ബസ്സിൽ പോകാൻ പറ്റില്ല, ബൈക്ക് പോകില്ല, വണ്ടി പോകത്തില്ല. അവിടെ നിന്ന് ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. ഞാൻ അവസാനം എന്നോട് പാസ്റ്റർ, ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ പറയുകയാണ്, പാസ്റ്റർ എങ്കിലും ഒരു ആരാധന പോലും മുടക്കത്തില്ല. എൻ്റെ പ്രസംഗം അറിയാമല്ലോ, പ്രസംഗം തീർന്നപ്പോൾ 9:30 എന്നിട്ട് അവരിയ്ക്കുക പൊന്മുടി പോകാനുള്ളവർ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി ധൈര്യം എന്തെന്നറിയാമോ? ദൈവം കൂടെയുണ്ടെന്നതാണ്. രാത്രി പ്രതികൂലത്തിന്റെ വലിപ്പം കാണാതെ ദൈവത്തിന്റെ വലിപ്പം കാണാ. പ്രതിസന്ധിയുടെ വലിപ്പം കാണാതെ നിന്റെ കൂടെയുള്ളവന്റെ വലിപ്പം കാണാ. ആ പ്രസൻസിനകത്ത് ചലിച്ച പിന്നിൽ ഒരു ചരിത്രം പുറത്തു വരും. പിന്നിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ദൈവമഹത്വത്തിന്റെ ആഴങ്ങൾ ഈ രാത്രിയിലും വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാണ്. രാത്രി ഞാൻ പറയട്ടെ, കൂടെ ഒന്നും വേണ്ട, ദൈവത്തിന്റെ സാന്നിധ്യം വേണം. ദൈവത്തിന്റെ സാന്നിധ്യം വേണം. ദൈവത്തിന്റെ പ്രസൻസ് വേണം. യാക്കോബ് കണ്ട വെളിപ്പാടിനകത്ത് ദൈവം ഇറങ്ങി വരിക. ആ ഒറ്റ എൻകൗണ്ടറിനകത്ത് യാക്കോബിനോട് സംസാരിക്കുക. നോക്കിയേ, നാളെ പറ്റി ഒന്നുമില്ല. അപ്പൻ്റെ കൈവയ്പിൻ്റെ അനുഗ്രഹം മാത്രമുണ്ട്, ജ്യേഷ്ഠാവകാശമുണ്ട്, അതോ നന്മയുണ്ട്. കൊണ്ടോടുക. എവിടെ എത്താനാ? ഹാരാനെന്ന് പറയുന്ന പട്ടണം വരെ എത്തുമോ എന്നറിയത്തില്ല, കുഴഞ്ഞു വീണ് തീരുമോ എന്നറിയത്തില്ല. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത കണ്ടോ? അവനുമായൊരു എൻകൗണ്ടർ വെളിപ്പെട്ടപ്പോൾ, ദൈവത്തുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനകത്ത് അവൻ കയറി നിന്നപ്പോൾ അവൻ്റെ ചരിത്രം മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ പറയട്ടെ, ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിന്റെ മുൻപിൽ വെളിപ്പെടാനിടയാകും. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് വഹിപ്പാൻ എൻ്റെ ദൈവം നിന്നെ ശക്തീകരിക്കും. അമ്മേ, ഞാൻ വേഗത്തിൽ തൊട്ടുവിടാൻ പോവുക. അമ്മ 4 കാര്യങ്ങൾ പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഈ ദൂതിന്റെ ആഴം അതാണ്. യാക്കോബിനോട് ദൈവം പറയുന്നു, ഒന്നുമില്ലാത്തവനെല്ലാം പകർന്നവൻ. ദൈവം പറയുന്നു, യാക്കോബേ, ഈ സ്ഥലം ഞാൻ നിനക്കും നിന്റെ സമ്പവിക്കും അവകാശമാക്കി തരും. രാത്രി ഏത് ദേശത്ത്, ഏത് മണ്ണിൽ, ഏത് പട്ടണത്തിൽ നീ കരഞ്ഞോ, വേദനിച്ചോ, നീ വിലപിച്ചോ, നിന്ദിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടോ, എല്ലാം തകർന്നവനായി മാറിയോ, അതേ പട്ടണം, അതേ ദേശം, അതേ രാജ്യം, അതേ ഇടത്ത് എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഞാൻ ചുമലെടുത്ത ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിന്ന എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ആ ദേശം ഞാൻ നിനക്കും നിന്റെ സമ്പതികൾക്ക് അവകാശമാക്കി തരാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിക്കുക. ഈ രാത്രി നാളെയെന്നും അറിയാതെ കരഞ്ഞ നിന്നെ നോക്കി ആത്മാവ് പ്രവചിക്കുക. എവിടെ തകർന്നോ ആ ദേശത്ത് ഞാൻ നിന്നെ മാനിക്കാൻ പോകുക. ആ ദേശം ഞാൻ നിനക്ക് നിന്റെ സമ്പവിക്ക് അവകാശമാക്കി തരാൻ പോകുക. ഓ ശരാദരകടക അരാദലകടക ആലലക്ഷകാരദരകടക. രാത്രി ഏകാന്തതയിൽ എവിടെ കിടന്നുറങ്ങിയോ, എവിടെ വേദനിച്ചോ, എവിടെ നിന്ന് ശത്രു നിന്നെ ഓട്ടിക്കുമെന്ന് പറഞ്ഞോ, അത് നിനക്കും നിന്റെ സമ്പവിക്കും അവകാശമാക്കി തരും. രാത്രി വിശ്വസിക്കാമോ? യാക്കോബേ, വെളിപ്പെട്ട എൻകൗണ്ടറിന്റെ പ്രത്യേകത, ഞാൻ നിനക്കും
നിന്റെ സന്തതിക്ക് ഇത് അവകാശമാക്കി തരാൻ പോവുക. രാത്രി ഞാൻ വിശ്വസിക്കുന്നു, തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല, കേരളത്തിലെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ ദൈവസഭയ്ക്ക് വേണ്ടി ചില അവകാശങ്ങളെ ആത്മാവ് ഒരുക്കാൻ പോവുക. രാജ്യങ്ങൾക്കപ്പുറം ഒരുക്കാൻ പോവുക, പട്ടണങ്ങൾക്കപ്പുറം ഒരുക്കാൻ പോവുക. നിയോഗമുള്ള ചിലവ് ദൈവത്തിൻ്റെ കരത്തിൽ ദൈവം നമുക്ക് കൈമാറുന്ന സീസണുകൾ വിദൂരമല്ലെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുക. ലൈവിലൂടെ ആരോടൊക്കെ ദൈവം പ്രവചിക്കുക കേട്ടോ. ഏത് മണ്ണിൽ വേദനിച്ചോ അതേ മണ്ണ് ഞാൻ നിനക്ക് നിന്റെ സംഭവിക്കും അവകാശമാക്കി തരാൻ പോകുക. ശരാധര ഘടകധര അമ്മേ, രാത്രി അടുത്ത ഒരു ദൂത്, കൂടെ ആരുമില്ല, സഹായിപ്പാനില്ല. ദൈവം പറയുക, ഞാൻ നിന്നെയും നിന്റെ സന്തതിയെയും ഭൂമിയിലെ പൊടി പോലെയാക്കും എന്ന് പറഞ്ഞാൽ ആർക്കും എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഇന്ന് നീ ഒറ്റയ്ക്ക, ഇതിനകത്ത് വന്നത് ഒറ്റയ്ക്ക, ഇരുന്ന് കരയുന്നത് ഒറ്റയ്ക്ക. ഈ ആലയത്തിനകത്ത് ഒത്തിരി ശൂന്യതകളുണ്ട്. പ്രസംഗിക്കുന്നത് ഒറ്റയ്ക്ക, ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നത് ഒറ്റയ്ക്ക. പക്ഷെ ദൈവം പറയുന്നു, ഞാനും നീയുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായാൽ, ഞാനും നീയുമായുള്ള ഏറ്റുമുട്ടലുണ്ടായാൽ നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെ വർദ്ധിപ്പിക്കുക. ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആലയത്തിന്റെ വളർച്ചകൾ സംഭവിക്കുന്നു. ഇതിനകത്ത് കരയുന്ന മാതാപിതാക്കളുടെ കൂടാരത്തിനകത്ത് നന്മകൾ നിറയുന്നു. ഇന്ന് രാത്രി ഞാൻ അത് വിശ്വസിക്കുകയാണ്. പട്ടണത്തിനകത്ത് ദൈവജന അവ കൂട്ടമായ ആലയത്തിൽ വരുന്ന വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ. ഓ ശാരാധാര വൈഡാബാല ശാരാധാര ധീര വൈശവേഗമാന ശരാധരാധര. രാത്രി വിശ്വസിക്കുക, ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നാൽ അമേ യു വിൽ ബി എൻ ബ്ലെസ്സിങ് ഫോർ നേഷൻസ്. രാജ്യങ്ങൾക്ക് ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും. വീട്ടിനല്ല, തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല. കരയുന്ന മാതാപിതാക്കളെ ദൂത് പിടിക്കാമെങ്കിൽ പിടിച്ചോ. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ തലമുറ രാജ്യങ്ങൾക്ക് അമ്മ അനുഗ്രഹമായി മാറും. അവർ കാൽ ചവിട്ടുന്ന ദേശം നിനക്ക് നിന്റെ സംഭവിക്കും അവകാശമാക്കുകയല്ല, അവർ രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. ഇന്ന് രാത്രി വിശ്വസിക്കുക. യാക്കോബിനോട് ദൈവം പറയുന്നു, യാക്കോബേ നീ രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുക. ഇന്ന് രാത്രി യാക്കോബ് പിടിച്ചൊരു ആമേൻ ആത്മനിറവിന്റെ ഒരു ദൂതാണ് പ്രിയര് ഇന്ന് രാത്രിയിലും ഇസ്രായേലിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അന്ന് യാക്കോബ് പിടിച്ചതാ, ഇന്നും ഇസ്രായേൽ ഒരു അനുഗ്രഹമാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? തുലനം ചെയ്യാൻ ഒരു ശക്തി ഇല്ല. അടുത്ത വചനം പറയുന്നു, ഞാൻ നിന്റെ കൂടെ വരും. തീർന്നില്ല, ഈ യാത്രയിലൊരു മടങ്ങി വരവുണ്ട്. നിന്നെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കും. രാത്രി നാളെ എന്തും അറിയാതെ എവിടെ ചെന്ന് കയറുമെന്നും നാളത്തെ രാത്രി ഞാൻ എങ്ങനെ കിടന്നുറങ്ങുമെന്നും ഈ രാത്രി എങ്ങനെ വെളുപ്പിക്കുമെന്ന് എനിക്ക് വേണ്ടി ആര് കരുതുമെന്ന് വേദനയോട് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പ് ഈ വചനം തരുന്നുണ്ട്. ഈ വചനം നിന്റെ കൂടെ വരാ, ഈ കർത്താവ് നിന്റെ കൂടെ വരാ. ഉലകത്തിൽ ആരും കൂടെ ഇല്ലേലോ, ഇന്ന് രാത്രി കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിച്ച് മടക്കിക്കൊണ്ടുവരാ, അനുഗ്രഹിച്ച് മടക്കിക്കൊണ്ടുവരാ. അവൻ നിന്റെ ഭാവിയെ വർണ്ണനീയമാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തുക, സമയത്തിന്റെ വേഗത കൊണ്ട്. വചനം പറയുന്നു, യാക്കോബ് ഈ ദൂത് കേൾക്കുമ്പോൾ അവന്റെ കരത്തിൽ ഒരു വടി മാത്രം, ഒരു വടി മാത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു വടി മാത്രം. ദൈവം പറയുക, യാക്കോബേ എൻ്റെ പ്രസൻസ് നിൻ്റെ കൂടെ വരും. ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ കൂടാരത്തിൻ്റെ അവസ്ഥ മുഴുവൻ എഗെയിൻസ്റ്റ് ആയിരിക്കാം. ഒരു സാധ്യതയും കാണില്ല, നിനക്ക് വേണ്ടി കരുതാൻ ആരും കാണില്ല. ഇന്ന് രാത്രി ഒരു ഉറപ്പ് തരാം, ഒരു വടി മാത്രമേ നിന്റെ കരത്തിലുള്ളെങ്കിലും വചനം പറയുന്നു, യാക്കോബിനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. വന്നപ്പോൾ ഒരു വടിയായിട്ടല്ല വന്നത്,
അവർ രണ്ട് കൂട്ടമായിട്ട് വന്നു. ഇന്ന് രാത്രി യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി നിന്റെ സ്ഥിതി മാറ്റുന്നൊരു നല്ല മാള വെളിപ്പെടുക. ഇന്നത്തെ വേദനയിൽ നീ കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാമെന്ന് പോലും ചിന്തിച്ച രാത്രികളില്ലേ, അവിടെയൊക്കെ കാങ്ങിപ്പിടിച്ച ദൈവം നിർത്തിയത് എന്തിനെന്നറിയാമോ? ഇതൊരു നല്ല കാലം നിന്റെ കണ്ണുകൊണ്ട് കാണാനാ. യാക്കോബേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത്, ഞാൻ നിന്നെയും നിന്റെ തലമുറയെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനെന്ന് എനിക്ക് തെളിയിക്കാനാ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി ലൈവിലൂടെ കാണുന്നവർ ആഴമായി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ചില കണ്ണുകൾ ഇതിനകത്ത് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കുക. ഞാൻ ഒത്തിരി കരയും.